നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുതെരഞ്ഞെടുപ്പിന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. കമ്മീഷനിങ്ങിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മെഷീനുകളുടെ പ്രവർത്തനക്ഷമത, കൃത്യത, ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വിതരണം എന്നിവ. കമ്മീഷനിംഗ് കേന്ദ്രത്തോടൊപ്പം സജ്ജീകരിച്ചിരിക്കുന്ന മോക്ക് പോളിംഗ് സ്റ്റേഷനുകളും സ്ട്രോങ് റൂമുകളും കളക്ടർ പരിശോധിച്ചു. ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ തേനി മണ്ഡലത്തിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. തമിഴ്നാട്ടിലെ 39 പാർലമെന്റ് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വെള്ളിയാഴ്ച. തേനി മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം. ക്ഷീരകർഷക അവാർഡ് ജേതാവ് ഷൈന്റെ വീട്ടിൽ മോഷണം. മുറ്റത്ത് കിടന്നിരുന്ന കാറും കാറിനുള്ളിലുണ്ടായിരുന്ന 7 ലക്ഷത്തോളം രൂപയും കവർന്നു. സംഭവം തൊടുപുഴ ഉടുമ്പന്നൂരിൽ. ചുരുങ്ങിയ കാലം കൊണ്ട് വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഭക്ഷണശാലയായി മാറിയ പഴയ മൂന്നാർ KSRTC സ്റ്റാൻഡിലെ പിങ്ക് കഫേ പൂട്ടി. കഫേയുടെ പ്രവർത്തനം കുടുംബശ്രീ പ്രവർത്തകർ അവസാനിപ്പിച്ചത് അമിത വാടക താങ്ങാൻ കഴിയാതെ. വിശദമായ വാർത്തകൾ. പൊതുതെരഞ്ഞെടുപ്പിന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. മെഷീനുകളുടെ പ്രവർത്തനക്ഷമത, കൃത്യത, ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വിതരണം എന്നിവ ഉറപ്പുവരുത്തുകയാണ് കമ്മീഷനിങ്ങിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കമ്മീഷനിംഗ് കേന്ദ്രത്തോടൊപ്പം സജ്ജീകരിച്ചിരിക്കുന്ന മോക്ക് പോളിംഗ് സ്റ്റേഷനുകളും സ്ട്രോങ് റൂമുകളും കളക്ടർ പരിശോധിച്ചു. ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, കോതമംഗലം, പീരുമേട്, മൂവാറ്റുപുഴ എന്നീ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂം കേന്ദ്രങ്ങളിൽ EVM, വിവിപാറ്റ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗാണ് പൂർത്തിയായത്. 7 കേന്ദ്രങ്ങളിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് സന്ദർശനം നടത്തി. സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന ഏജന്റ്, ജില്ലയിലേക്ക് അനുവദിച്ച ബെൽ എഞ്ചിനീയർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വരണാധികാരികളുടെ നേതൃത്വത്തിലാണ് കമ്മീഷനിംഗ് നടക്കുന്നത്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമനമ്പർ, സ്ഥാനാർത്ഥികളുടെ പേര്, ഫോട്ടോ, ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പറും വിവിപാറ്റ് സ്ലിപ്പിൽ പ്രിന്റ് ചെയ്യേണ്ട ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവ സെറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് കമ്മീഷനിംഗ്. വിവിപാറ്റിലും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ഫീഡ് ചെയ്ത ശേഷം പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ ലോഡ് ചെയ്ത് സീൽ ചെയ്തു. 7 സ്ഥാനാർത്ഥികളുടെ പേര് ഉൾക്കൊള്ളുന്ന ബാലറ്റ് ലേബലാണ് പതിപ്പിച്ചത്. ഇതോടെ ഓരോ ബൂത്തിലേക്കുമുള്ള EVM വോട്ടെടുപ്പിന് സജ്ജമാകും. ബാലറ്റ് സെറ്റ് ചെയ്ത ശേഷം ഓരോ EVMലും ഓരോ വോട്ട് ചെയ്ത് മെഷീന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. തുടർന്ന് അവ സീൽ ചെയ്യും. ശേഷം ഓരോ അസംബ്ലി സെഗ്മെന്റിലും ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്ന് റാൻഡമായി തിരഞ്ഞെടുക്കുന്ന 5% EVMകളിൽ 1000 വീതം വോട്ട് രേഖപ്പെടുത്തി പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തും. തുടർന്നാണ് EVMകൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുക. സ്ട്രോങ് റൂമുകളിൽ വരച്ചിട്ടുള്ള നിശ്ചിത കള്ളിയിൽ അഡ്രസ് ടാഗ് ചെയ്ത് ക്രമീകരിച്ചാണ് വോട്ടെടുപ്പ് യന്ത്രങ്ങൾ ഓരോന്നും സൂക്ഷിക്കുക. ഇങ്ങനെ സൂക്ഷിക്കുന്ന മെഷീനുകളാണ് വോട്ടെടുപ്പിന് തലേന്ന് സ്ട്രോങ് റൂം തുറന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുക. EVMകളുടെ കമ്മീഷനിംഗ് പ്രക്രിയ പൂർണ്ണമായും വെബ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയിലാണ് ഇവ സൂക്ഷിക്കുന്നതും. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ 1315 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. വോട്ടിംഗ് യന്ത്രങ്ങൾ ഏപ്രിൽ 25-ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും. ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ തേനി മണ്ഡലത്തിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. വെള്ളിയാഴ്ചയാണ് തമിഴ്നാട്ടിലെ 39 പാർലമെന്റ് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ തേനി മണ്ഡലത്തിൽ. DMKയിലെ തങ്ക തമിഴ്സെൽവൻ, ADMKയിലെ VT നാരായണസ്വാമി, NDA സ്ഥാനാർത്ഥി TTV ദിനകരൻ എന്നിവർ തമ്മിലാണ് പ്രധാന മത്സരം. നാം തമിഴ് കക്ഷിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ മദനനും മത്സരരംഗത്ത് സാന്നിധ്യം അറിയിക്കുന്നു. DMK സ്ഥാനാർത്ഥിക്ക് അനായാസ വിജയം പ്രതീക്ഷിച്ചിരുന്ന തേനി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് TTV ദിനകരൻ കൂടിയെത്തിയതോടെ ചിത്രം ആകെ മാറി. തേനി മണ്ഡലം മുൻപ് പെരിയകുളം മണ്ഡലമായിരുന്നപ്പോൾ ADMK പ്രതിനിധികളായി ഇവിടെ നിന്ന് വിജയിച്ച MPമാരായവരാണ് തങ്ക തമിഴ്സെൽവനും TTV ദിനകരനും. തേനി ജില്ലയിലെ കമ്പം, പെരിയകുളം, ആണ്ടിപ്പെട്ടി, ബോഡിനായ്ക്കന്നൂർ നിയമസഭാ മണ്ഡലങ്ങളും മധുര ജില്ലയിലെ ഉസ്ലാംപെട്ടി, സോളവന്താൻ നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് തേനി പാർലമെന്റ് മണ്ഡലം. കേരളത്തിന്റെ അതിർത്തി കിടന്ന തേനി മണ്ഡലത്തിൽ പ്രവേശിച്ചാൽ പിന്നെ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ ഒന്നുമില്ല. റോഡുകളിലൂടെ കടന്നുപോകുന്ന പ്രചാരണ വാഹനങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനെ ഓർമ്മിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശങ്ങളെ തുടർന്നാണ് മുന്നണികൾ ഫ്ലെക്സ്, ചുവരെഴുത്തുകൾ, പോസ്റ്ററുകൾ എന്നിവയൊക്കെ പേരിന് മാത്രമാക്കിയത്. പ്രധാന കോർണറുകളിൽ മാത്രമാണ് 3 മുന്നണികളുടെയും ചുവരെഴുത്തുകളുള്ളത്. സ്ഥാനാർത്ഥികളുടെ വാഹന പ്രചരണവും ഗ്രാമയോഗങ്ങളുമായിരുന്നു പ്രധാന പ്രചരണ മാർഗങ്ങൾ. കേരളത്തിലേതുപോലെയുള്ള വമ്പൻ കുട്ടിക്കലാശവും ഇവിടെ ഉണ്ടായിരുന്നില്ല.
ക്ഷീരകർഷക അവാർഡ് ജേതാവ് ഷൈൻ്റെ വീട്ടിൽ മോഷണം. മുറ്റത്ത് കിടന്നിരുന്ന കാറും കാറിനുള്ളിൽ ഉണ്ടായിരുന്ന 7 ലക്ഷത്തോളം രൂപയും കവർന്നു. തൊടുപുഴ ഉടുമ്പന്നൂരിലാണ് സംഭവം. മികച്ച ക്ഷീരകർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടുമ്പന്നൂർ സ്വദേശി ഷൈൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മോഷ്ടാക്കൾ വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന ഇന്നോവ ക്രിസ്റ്റ കാറും കാറിനുള്ളിൽ ഉണ്ടായിരുന്ന 7 ലക്ഷത്തോളം രൂപയും അപഹരിച്ചു. തമിഴ്നാട്ടിൽ പശുക്കളെ വാങ്ങിക്കുവാൻ പോകുവാനാണ് ഷൈൻ കാറിനുള്ളിൽ പണം സൂക്ഷിച്ചിരുന്നത്. ഈ പണവും കാറുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചതെന്ന് ഷൈൻ പറയുന്നു. അപ്പോൾ നേരെ ഫാമിലേക്ക് പോയി. ഫാമിൽ പോലെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് രാവിലെ പൊള്ളാച്ചിക്ക് പശുവിനെ വാങ്ങിക്കാൻ പോകേണ്ടതുകൊണ്ട് നേരത്തെ തന്നെ പാലും കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് കാരണം പോർച്ചിൽ വണ്ടി കാണാതെ ഇതാകുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് നോക്കി. അപ്പോൾ രാവിലെ ഇങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പശുവിനെ വാങ്ങാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു 6,83,000 രൂപ വണ്ടിക്കകത്ത് ക്യാഷായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ വണ്ടി രാവിലെ നമ്മൾ നോക്കിയപ്പോഴാണ് വണ്ടി കാണാതെയാകുന്നത്. പശുക്കളെ കറക്കുവാനായി എഴുന്നേറ്റപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം പുറത്തറിയുന്നത്. കരിമണ്ണൂർ പോലീസിൽ വീട്ടുടമ പരാതി നൽകി. വീടുമായി പരിചയമുള്ളവരാകാം മോഷണം നടത്തിയതെന്നാണ് കരുതുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഭക്ഷണശാലയായി മാറിയ പഴയ മൂന്നാർ KSRTC സ്റ്റാൻഡിലെ പിങ്ക് കഫേ പൂട്ടി. അമിത വാടക താങ്ങാൻ കഴിയാതെയാണ് കഫേയുടെ പ്രവർത്തനം കുടുംബശ്രീ പ്രവർത്തകർ അവസാനിപ്പിച്ചത്. 20,000 രൂപയായിരുന്ന മാസവാടക അധികൃതർ 25,000 വർദ്ധിപ്പിച്ചതാണ് കഫേക്ക് പൂട്ടുവീഴാൻ കാരണം. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റിലെ 18 അംഗങ്ങൾ ചേർന്നായിരുന്നു ഡിപ്പോയിലെ കഫേ നടത്തി വന്നിരുന്നത്. പ്രവർത്തനരഹിതമായിരുന്ന ബസ് കഫേ റെസ്റ്റോറന്റ് മാതൃകയിൽ നവീകരിച്ചായിരുന്നു പ്രവർത്തനം. വീടുകളിൽ വെച്ച് തയ്യാറാക്കുന്ന ആഹാരത്തോടൊപ്പം മറ്റ് ആഹാര സാധനങ്ങൾ ഇവിടെ തന്നെ സഞ്ചാരികൾക്ക് ചൂടോടെ ഉണ്ടാക്കി നൽകുമായിരുന്നു. എന്നാൽ 20,000 രൂപയായിരുന്ന മാസവാടക അധികൃതർ 25,000 രൂപയായി വർദ്ധിപ്പിച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് കഫേ പൂട്ടിയതെന്ന് നടത്തിപ്പുകാർ പറയുന്നു. പിങ്ക് കഫേ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ഈ 2 കൊല്ലത്തിൽ ഞങ്ങൾക്ക് കൃത്യമായി നടത്തുവാൻ സാധിച്ചില്ല. കാരണം വെള്ളത്തിന്റെ ഒരു വലിയ പ്രശ്നം അവിടെ ഞങ്ങൾക്ക് പ്രതിസന്ധിയെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അത് നടത്താൻ പറ്റുന്നില്ല. കൂടാതെ പിങ്ക് കഫേയിൽ നമുക്ക് വാടക കൂട്ടിയത് കൊണ്ട് അത് ഞങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം അതിനകത്ത് നമുക്ക് ഒരു ബസ്സിനകത്ത് 2 പാർട്ടാണുള്ളത്. ഒന്ന് കിച്ചനും ഒന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം. പക്ഷെ ആ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു 10-12 പേർക്ക് മാത്രമേ ഒരു സമയം ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അവിടെ പ്രോപ്പർ വരുമാനം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാടക അടച്ചു പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു 3 പേരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ 3 പേർക്കുള്ള സാലറി എടുക്കണം, റെന്റും അടയ്ക്കണം, പിന്നെ വെള്ളത്തിന്റെ കാര്യം ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞങ്ങളിത് നേരത്തെ നമ്മുടെ KSRTC ഡിപ്പോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് യാതൊരു നടപടിയും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് മന്ത്രിയെ ചെന്ന് കണ്ടു. എന്നിട്ട് KSRTCയിലെ MD-നും കണ്ട് ട്രിവാൻഡ്രത്ത് അവിടെയും കണ്ടായിരുന്നു. പിന്നെ നവകേരള സദസ്സിൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് തന്നെ 2 മാസത്തിനധികമായി. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു നടപടിയും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. നാടൻ ഭക്ഷണങ്ങൾ വിലക്കുറവിൽ ലഭിച്ചിരുന്ന കഫേ ചുരുങ്ങിയ കാലം കൊണ്ട് മൂന്നാറിൽ എത്തിയിരുന്ന സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി മാറിയിരുന്നു. ഡിപ്പോയിൽ പ്രവർത്തിക്കുന്ന ക്യാന്റീൻ 2 വർഷമായി അടഞ്ഞുകിടക്കുകയാണ്. പിങ്ക് കഫേ കൂടി പൂട്ടിയതോടെ ഡിപ്പോയിലെ ജീവനക്കാർക്കും സ്ലീപ്പർ കോച്ചുകളിൽ താമസിക്കുന്ന സഞ്ചാരികൾക്കും ഭക്ഷണം തേടി മറ്റിടങ്ങളിൽ പോകേണ്ട ഗതിയാണ്. കഫേ തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇടുക്കി നിയോജക മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. ബൈക്ക് റാലിയോടെ ആരംഭിച്ച പര്യടന പരിപാടിയിൽ വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കാണുന്നതിനും വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുമായിട്ടാണ് പര്യടന പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ചിയാർ മേപ്പാറയിൽ നിന്നും ആരംഭിച്ച പരിപാടി വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും അധിഷ്ഠിതമായ ഭരണഘടന അട്ടിമറിക്കപ്പെടുകയാണ്. മതന്യൂനപക്ഷങ്ങൾ, ദളിതർ, പിന്നോക്ക വിഭാഗങ്ങൾ, ആദിവാസികൾ തുടങ്ങിയവരെ വേർതിരിച്ചു കാണുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന നിലപാടുകളിലേക്കും നയങ്ങളിലേക്കും രാജ്യം ഭരിക്കുന്ന സർക്കാർ കടന്നുപോകുന്നു. അതിനെതിരെ ആശയ ദൃഢതയോടുകൂടിയ കൃത്യവും വ്യക്തവുമായ നിലപാട് പാർലമെന്റിനകത്തും പുറത്തും വ്യക്തമാക്കാനുള്ള സമയമാണിതെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു. ഒരിക്കൽ കൂടി മത്സരിക്കുകയാണ്. നമ്മളുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും അധിഷ്ഠിതമായ ഭരണഘടന, ആ ഭരണഘടനാ തത്വങ്ങളെയും ധാർമ്മികതയും അട്ടിമറിക്കുകയും മതന്യൂനപക്ഷങ്ങളും ദളിതരും പിന്നോക്ക ജനവിഭാഗങ്ങളും ആദിവാസികളും ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങളെ വേർതിരിച്ചു നിർത്തുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലപാടുകളിലേക്ക്, നയസമീപനങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കടന്നു പോവുകയാണ്.
അതിനെതിരായി ആശയ ദൃഢതയോടുകൂടിയ കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ സ്വീകരിക്കേണ്ട ഘട്ടമാണിത്. അതിന് ഇടുക്കിയുടെ നിലപാട് പറയാൻ, ഇടുക്കിയുടെ ആശയ ദൃഢതയിലൂന്നിയ നിലപാടുകൾ ആവർത്തിച്ചുറപ്പിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണമെന്നാണ് എനിക്ക് വലിയ പരിശ്രമം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ നാട് നേരിടുന്ന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്, വികസന ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ട്. നമുക്ക് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല പര്യടനത്തിന്റെ ഉദ്ഘാടനം മേപ്പാറയിൽ നിർവഹിച്ചു. മുൻ MLA PP സുലൈമാൻ റാവുത്തർ തങ്കമണിയിൽ പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പര്യടനത്തിൽ വിവിധ LDF നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ഇടുക്കി പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ വാത്തിക്കുടി പഞ്ചായത്തിൽ പര്യടനം പൂർത്തിയാക്കി. തോപ്രാംകുടി ടൗണിൽ വെച്ച് നടന്ന സമാപന സമ്മേളനം OBC മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെല്ലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. BJPയുടെ വിവിധ നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. OBC മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെല്ലിപ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. BJP വാത്തിക്കുടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സോമശേഖരൻ അധ്യക്ഷനായിരുന്നു. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യുകയാണ് ഇടുക്കിയിൽ മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ ചെയ്യുന്നതെന്നും ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നില്ലെന്നും അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പറഞ്ഞു. വർഷങ്ങളായി മാറി മാറി ഭരിച്ച് ജനപ്രതിനിധികൾ ഇവിടെ ഇടുക്കിയുടെ മണ്ണിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ചെയ്തോ എന്ന് ചോദിച്ചാൽ കുറേ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ. ആ സാഹചര്യമാണ് കാണുവാൻ സാധിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി ദ്രുതഗതിയിൽ വികസന കുതിപ്പ് മാത്രം ഇന്ത്യക്ക് സമ്മാനിച്ച് ഇന്ന് ഭാരതത്തെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ രാഷ്ട്രമാക്കി മാറ്റുന്നതിൻ്റെ സാഹചര്യം നമുക്കറിയാം. സ്വീകരണത്തിന് ശേഷം തോപ്രാംകുടിയിലെ ജനങ്ങളെയും വ്യാപാരികളെയും നേരിൽ കണ്ട് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് തോപ്രാംകുടിയിൽ NDA മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് സ്ഥാനാർത്ഥി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ജനദ്രോഹ പ്രഖ്യാപനങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി കാഞ്ചിയാർ കക്കാട്ടുകടയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വനഭൂമി വിസ്തൃതി വർദ്ധിപ്പിക്കുക, മനുഷ്യമൂല്യത്തെ തകർക്കുന്ന തുലിത നയങ്ങൾ തുടങ്ങിയ ജനദ്രോഹപരമായ കാര്യങ്ങൾ പ്രകടന പത്രികയിൽ നിന്നും കോൺഗ്രസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത കർഷക സമിതി കാഞ്ചിയാർ കക്കാട്ടുകടയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. വന്യജീവി സംരക്ഷണ നിയമം അടക്കം നിലവിൽ കൊണ്ടുവന്ന ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് മുൻപും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതോടൊപ്പം വീണ്ടും ഇത്തരത്തിലെ ജനദ്രോഹ പ്രഖ്യാപനങ്ങൾ കർഷകരടക്കമുള്ള പൊതുജനങ്ങളെ ദ്രോഹിക്കാനാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർഷക സംഘം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടും നമ്മുടെ സമൂഹവും നേരിടുന്ന പ്രശ്നങ്ങൾ ഇനിയും അതിസങ്കീർണമാക്കി മാറ്റണം എന്നാണ് കോൺഗ്രസ് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ പറയുന്നത്. എന്താ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? ഇന്ത്യ രാജ്യത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ 1972 കൊണ്ടുവന്ന നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം. ആ 72 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഒരു വലിയ പീഡനം നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വന്യജീവികൾക്കുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒന്നും നാട്ടിലെ സാമാന്യ ജനങ്ങൾക്കില്ലാത്ത സ്ഥിതിയിലേക്ക് 72 മുതൽ രാജ്യം മാറി. ഒരു ഭേദഗതിയും ഇത് സംബന്ധിച്ച് നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അന്ന് കോൺഗ്രസിന്റെ നേതാവാണ് നമ്മുടെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ MP ആയിട്ടുള്ള ആള് കോൺഗ്രസിന്റെ നേതാവ്. യോഗത്തിൽ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി TC കുര്യൻ, കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാത്യു, ജനാധിപത്യ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ് ഞായർകുളം, വിവിധ കർഷക സംഘടനാ നേതാക്കളായ MV കുര്യൻ, VV ജോസ്, KP സജി, ജോസഫ് തോമസ്, PG സത്യപാലൻ, രമ മനോഹരൻ, TK രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി കത്തിപ്പാറയ്ക്ക് സമീപം തീപിടുത്തം. വീടിനോട് ചേർന്ന് റബ്ബർ ഷീറ്റ് ഉണങ്ങുന്നതിനായി നിർമ്മിച്ചിരുന്ന ഷെഡിനാണ് തീപിടിച്ചത്. അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീയണച്ചു. കത്തിപ്പാറ സ്വദേശിയായ തൊടുമ്പേൽ അനിലിന്റെ വീടിനോട് ചേർന്നുള്ള ഷെഡിനാണ് തീ പടർന്നത്. റബ്ബർ ഷീറ്റ് ഉണങ്ങുന്നതിനായിട്ടായിരുന്നു ഷെഡ് നിർമ്മിച്ചിരുന്നത്. തീപിടുത്തത്തെ തുടർന്ന് വലിയ രീതിയിൽ തീയും പുകയും ഉയർന്നു. സംഭവത്തെ തുടർന്ന് അടിമാലി അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തുടർന്ന് തീയണച്ചു. ഷെഡിന് സമീപം വളർത്തുമൃഗങ്ങളെ കെട്ടിയിട്ടിരുന്ന തൊഴുത്തും ഉണ്ടായിരുന്നു. തീപിടുത്തമുണ്ടായ ഉടൻ വളർത്തുമൃഗങ്ങളെ തൊഴുത്തിൽ നിന്നും മാറ്റി. തീപിടുത്തത്തിനിടയായ കാരണം വ്യക്തമല്ല.
വണ്ടിപ്പെരിയാർ മത്തായിമുട്ടയിൽ രാത്രി വീട്ടിൽ കയറി യുവാവിനെ മർദ്ദിച്ച കേസിൽ രണ്ടുപേരെ കൂടി വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു. രാംരാജ്, കൃഷ്ണകുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 പേർ ഉൾപ്പെട്ടിരുന്ന കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാർച്ച് 12-ാം തീയതി രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വണ്ടിപ്പെരിയാർ മത്തായിമുട്ട 59 പുതുവലിൽ താമസക്കാരനായ രാജശേഖരനെ ഒരു സംഘം ആളുകൾ രാത്രിയിൽ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. സംഘം കമ്പിവടിയും ബിയർ കുപ്പിയും ഉപയോഗിച്ച് ആക്രമിച്ച രാജശേഖരനെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ രാജശേഖരനെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തി. പിന്നീട് പ്രതികളായ മഞ്ചുമല ലോവർ ഡിവിഷനിൽ രാംകുമാർ, മഞ്ചുമല പഴയകാട് പ്രവീൺ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന കൃഷ്ണകുമാർ, രാംരാജ് എന്നിവരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതോടെ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളും അറസ്റ്റിലായി. ഇവരെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. മുൻ വർഷങ്ങളിലേതുപോലെ ടാങ്കറുകളിലും മറ്റു വാഹനങ്ങളിലും വെള്ളം എത്തിച്ചു നൽകുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. വേനൽമഴ ലഭിക്കാത്ത സാഹചര്യത്തിൽ പല മേഖലയിലും ആളുകൾ കുടിവെള്ളം വില കൊടുത്താണ് വാങ്ങുന്നത്. ഈ അവസ്ഥയിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മേഖലകളിൽ വെള്ളം എത്തിക്കണമെന്ന ആവശ്യം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നു. വേനൽ അതിരൂക്ഷമായതോടുകൂടി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും കുടിവെള്ളം പോലും ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മുൻകാലങ്ങളിൽ വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ പല വണ്ടികളെയും ആശ്രയിച്ച് വെള്ളം എല്ലാ മേഖലകളിലും എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നാളെ ഇതുവരെയായിട്ടും അത്തരത്തിലൊരു നടപടിയും പഞ്ചായത്ത് എടുത്തിട്ടില്ല. അതുമല്ല, ഇതുവരെയായിട്ടും വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. അടിയന്തരമായി എല്ലാ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന എല്ലാ മേഖലകളിലും വെള്ളം എത്തിക്കാനുള്ള ഒരു നടപടി പഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. പൂവന്തിക്കുടി, പുല്ലുമേട്, കിഴക്കേ മാട്ടുകെട്ട, 6 ഏക്കർ, ആലടിക്കുന്ന് തുടങ്ങി വിവിധ മേഖലകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. കൂടാതെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള പദ്ധതികൾ പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. മഴക്കാലങ്ങളിൽ കരകവിഞ്ഞൊഴുകി തീരദേശവാസികളെ ഭീതിയിലാക്കിയിരുന്ന പെരിയാർ നദി ചുട്ടുപൊള്ളുന്ന വേനലിൽ വറ്റി വരളുന്നു. നേരിയ നീരൊഴുക്ക് മാത്രമാണ് നദിയിൽ അവശേഷിക്കുന്നത്. വേനൽ മഴ ലഭിക്കാത്തതിനാൽ നിരവധിയായ കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലാണ്. 1 മാസം മുൻപ് വരെ പെരിയാർ നദിയിലേക്ക് ഒഴുകിയിരുന്ന നീരൊഴുക്കുകൾ നിലച്ചതോടെ പെരിയാർ വറ്റി വരണ്ട തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ ഇനിയുള്ള നീരൊഴുക്കും നിലയ്ക്കും. പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് വേനൽ മഴ ഇതുവരെ ലഭിച്ചിട്ടില്ല. കൈവഴികളായ ചെറുപുഴകളും തോടുകളും ഫെബ്രുവരി പകുതിയോടെ വറ്റി വരണ്ടിരുന്നു. നീരൊഴുക്ക് കുറഞ്ഞതിനാൽ അന്നു മുതൽ പെരിയാറിനെ ആശ്രയിച്ചുള്ള വലുതും ചെറുതുമായ 50-ലധികം കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലായി. ജലവിതരണം ആഴ്ചയിൽ 2 ദിവസമായി പരിമിതപ്പെടുത്തുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. നീരൊഴുക്ക് നിലച്ചാൽ പ്രധാന കുടിവെള്ള പദ്ധതികളിലെ പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് അധികൃതരും നാട്ടുകാരും. അങ്ങനെ സംഭവിച്ചാൽ പീരുമേട്, ഉടുമ്പൻചോല, ഇടുക്കി താലൂക്കുകളിലെ 10,000-കണക്കിന് കുടുംബങ്ങൾ ശുദ്ധജലത്തിന് മറ്റു വഴികൾ തേടേണ്ടി വരും. 1986-ലാണ് ഇതിനു മുൻപ് പെരിയാർ ഇതുപോലെ വറ്റിവരേണ്ടത്. അന്ന് 2 മാസത്തോളം പെരിയാറിൽ നീരൊഴുക്കുണ്ടായിരുന്നില്ല. അതിനിടെ നിർവഹണത്തിലെ അനാസ്ഥയും അശാസ്ത്രീയതയും മൂലം നിരവധി പദ്ധതികൾ പാതിവഴിയിൽ നിശ്ചലമായതും ഹൈറേഞ്ചിലെ കുടിവെള്ളക്ഷാമത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ചു. ഇനിയും വേനൽമഴ ലഭിക്കാത്ത സാഹചര്യത്തിൽ പെരിയാർ നദിയിൽ നിന്നുള്ള കുടിവെള്ള പദ്ധതികളിലെ പമ്പിംഗ് കൂടി നിലയ്ക്കുന്നതോടെ വിവിധ പദ്ധതികളെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിലെ ആളുകൾ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇരട്ടയാറിൽ 2 കരകളെ ബന്ധിപ്പിക്കുന്ന അരനൂറ്റാണ്ടോളം പഴക്കമുള്ള 2 പാലങ്ങൾ നവീകരിക്കാൻ നടപടിയില്ല. അതീവ അപകടാവസ്ഥയിലുള്ള പാലത്തിലൂടെ ജീവൻ പണയം വെച്ചാണ് ആളുകളുടെ ഇപ്പോഴത്തെ യാത്ര. പാലം പുനർനിർമ്മിക്കണമെന്ന പ്രഖ്യാപനങ്ങൾ അനവധി ഉണ്ടായെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല. ഇരട്ടയാർ ഡാം കമ്മീഷൻ ചെയ്തപ്പോൾ ഇരട്ടയാർ ടൗണുമായി ബന്ധപ്പെടുത്തി KSEB നിർമ്മിച്ചതാണ് ഇരട്ടയാർ വലിയ തോവാള, ഇരട്ടയാർ ശാന്തിഗ്രാം എന്നീ പാലങ്ങൾ. കാലപ്പഴക്കത്തെ തുടർന്ന് 2 പാലങ്ങളും അപകടാവസ്ഥയിലാണ്. പാലങ്ങളുടെ കൈവരികൾ തകർന്ന് ഇരുമ്പ് കമ്പികൾ തെളിഞ്ഞ് തുരുമ്പെടുത്ത് ദ്രവിച്ച അവസ്ഥയിലാണ്. പാലത്തിന്റെ കോൺക്രീറ്റ് തൂണുകൾക്ക് വലിയ ബലക്ഷയമുണ്ട്. വീതി കുറഞ്ഞ പാലമായതിനാൽ ഒരു സമയം ഒരു വശത്തു നിന്ന് മാത്രമേ വാഹന ഗതാഗതവും സാധ്യമാകൂ. പാലങ്ങൾ പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ അനവധിയുണ്ടെങ്കിലും ഒന്നും നടപ്പിലായിട്ടില്ല. ഈ 2 പാലങ്ങളും കൈവരികൾ അപകട നിലയിലാണ്. നിരവധി വാഹനങ്ങൾ, സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ 2 പാലവും
നിർമ്മിക്കുമെന്ന് പറഞ്ഞ് പലതവണ ഇവിടെ 2 കോടി 3 കോടി 5 കോടി എന്നൊക്കെ പറഞ്ഞ് LDF സർക്കാരിന്റെ ഫ്ലെക്സുകൾ വന്നിരുന്നെങ്കിലും, അതുപോലെ പാലം നിർമ്മിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ളത് നടന്നെങ്കിലും ഇതുവരെ ഈ പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടി PWDയോ ബന്ധപ്പെട്ട അധികാരികളോ സർക്കാരോ ഒന്നും കൈക്കൊണ്ടിട്ടില്ല. എത്രയും വേഗം ഈ പാലം പുനർനിർമ്മിച്ച് ഈ വലിയൊരു അപകടത്തിൽ നിന്നും ഈ പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് പറയുവാനുള്ളത്. ഏകദേശം 5 കോടിയിലധികം രൂപയാണ് 2 പാലങ്ങൾക്കുമായി പ്രഖ്യാപിച്ചത്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തിനു മുന്നോടിയായാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ടായതെന്നും ശ്രദ്ധേയമാണ്. പ്രഖ്യാപനം നടത്തിയ സ്ഥലം MLAയും പൊതുമരാമത്ത് വകുപ്പും പാലങ്ങൾ ഉപേക്ഷിച്ച മട്ടാണ്. MP ഫണ്ട് ഉപയോഗിച്ച് പാലങ്ങൾ നിർമ്മിക്കാമെങ്കിലും നടപടികൾ ഉണ്ടായില്ല. പ്രഖ്യാപിച്ച തുക അടിയന്തരമായി ഉപയോഗിച്ച് പാലങ്ങൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അയ്യപ്പൻകോവിൽ കാഞ്ചാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലം എന്ന ആവശ്യം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതായി പരാതി. നിലവിൽ ഇവിടെയുള്ള പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. അയ്യപ്പൻകോവിലിൽ നിലവിലുള്ള പാലത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പുരാതന ക്ഷേത്രത്തിലേക്കും കോഴിമല, സ്വരാജ് തുടങ്ങിയ മേഖലകളിലേക്കും വാഹനയാത്ര നടത്തുന്നത് ഈ സിമന്റ് പാലത്തിലൂടെയാണ്. എന്നാൽ ഇടുക്കി ജലാശയത്തിൽ വെള്ളം നിറയുമ്പോൾ ഈ പാലം വെള്ളത്തിനടിയിലാകും. ഇതോടെ വാഹനയാത്രാ മാർഗവും തടസ്സപ്പെടും. പിന്നീട് തൂക്കുപാലത്തെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. മാറി മാറി വരുന്ന ജനപ്രതിനിധികളോട് പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്ക് ഈ അക്കരെ എത്തുന്ന തലത്തിൽ ഒരു കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു തരാമെന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു അപേക്ഷയായിരുന്നു. തരാമെന്ന് സർക്കാർ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഇവിടെ ജോസ് ജോർജ് MP മത്സരിക്കാൻ നിന്നപ്പോൾ അദ്ദേഹം ഇവിടെ പാലം പണി തരാമെന്ന് വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരോടും വന്ന് വളരെ ആവേശത്തോടുകൂടി പറഞ്ഞു. അതിനുശേഷം അത് കഴിഞ്ഞ് റോഷേഷൻ MLA ആയി ആദ്യം പാലന്നപ്പോൾ ഇവിടെ MLA ആണ് മത്സരിക്കാൻ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് അയ്യപ്പൻകോവിലിൽ ഞാൻ തൂക്കുപാലത്തിനോട് ചേർന്ന് ഒരു കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു തരുന്നതായിരിക്കും, അതിനുവേണ്ടി എൻ്റെ അടുത്ത ശ്രമം അതാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് ഒത്തിരി വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തു പോയതാണ്. പക്ഷേ യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല. ഇടയ്ക്ക് പത്രങ്ങളിൽ ഇങ്ങനെ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നു എന്നൊക്കെ വന്നതല്ലാതെ പിന്നീട് അതിനെപ്പറ്റി യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തി ഒരു കോൺക്രീറ്റ് പാലം അക്കരെ ബന്ധിപ്പിക്കുന്ന വെള്ളം കയറി കിടന്നാലും ജനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്നാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൻ്റെ പാലത്തിന്റെ കൽക്കെട്ടുകൾ ഇടിഞ്ഞ് കോൺക്രീറ്റ് കമ്പികൾ ദ്രവിച്ച് പുറത്തേക്ക് തള്ളിയ നിലയിലാണ്. പുതിയ പാലത്തിനായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു പോകുന്നതല്ലാതെ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എത്രയും വേഗം വിഷയത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ഇടുക്കി രൂപത അൾത്താര ബാലന്മാർക്കായി സംഘടിപ്പിച്ച റീജിയണൽ തല ഫുട്ബോൾ മത്സരം കട്ടപ്പനയിൽ നടന്നു. ഫാദർ ജെയിംസ് കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി രൂപത അൾത്താര ബാലന്മാർക്കായി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ഫ്ലാബ് 2K24 സീസൺ 2 വിവിധ ഘട്ടങ്ങളായാണ് നടന്നത്. റീജിയണൽ തല മത്സരം കട്ടപ്പന ATS അരീനയിൽ വെച്ചാണ് നടന്നത്. ഉപ്പുതോട് സെന്റ് ജോസഫ് ഇടവകയും ബദേൽ സെന്റ് ജേക്കബ്സ് ഇടവകയും രൂപതല ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടി. ഫാദർ ജെയിംസ് കാവുങ്കൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. തലത്തിൽ നിന്ന് ഇന്ന് മത്സരം ഫ്ലാബ് സീസൺ 2 ഇവിടെ 6 ടീമുകളാണ് ഇന്ന് മത്സരിക്കുന്നത്. എല്ലാ ടീമുകൾക്കും അനുമോദനങ്ങൾ. 1ാം റൗണ്ട് ജയിച്ചാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മികച്ച ഫുട്ബോൾ കളിക്കാരാണ് എന്നാണ് അതിൻ്റെ സൂചന. അപ്പോൾ ഇന്ന് ആവേശകരമായിട്ട് എല്ലാവർക്കും മത്സരിക്കാൻ ഇന്ന് ഇവിടെ 2 ടീമുകൾ സെലക്ട് ചെയ്യപ്പെടും. അവർ സെമി ഫൈനലിലേക്കും പിന്നീട് ഫൈനലിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എന്ന ആകാംക്ഷയോടെ കാണികൾ കാത്തിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നായി 13 ഫെറോനകൾ മത്സരത്തിൽ പങ്കെടുത്തു. അടിമാലി, വെള്ളയാങ്കുടി റീജിയനുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 ടീമുകളാണ് രൂപതാതല മത്സരത്തിന് യോഗ്യത നേടുന്നത്. ഫാദർ അമൽ മണിമലക്കുന്നേൽ, ഫാദർ തോമസ് ഉറുമ്പിൽ, ഫാദർ ജോമിൻ പഴുക്കുടിയിൽ, ഫാദർ ജോസഫ് ഉമിക്കുന്നേൽ, ഫാദർ ജോബി പുളിക്കക്കുന്നേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപ്പുതറ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആനപ്പള്ളത്ത് വാം കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കൃഷി ഓഫീസർ ധന്യ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ കൃഷിഭവനും ആനപ്പള്ളം കൃഷിക്കൂട്ടവും സംയുക്തമായിട്ടാണ് വിളവെടുപ്പ് ഉത്സവം നടത്തിയത്. കർഷകമിത്ര കർഷക സംഘം എന്ന കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് വാം കൃഷി ചെയ്തു വന്നത്. 20 അംഗങ്ങളുള്ള കൂട്ടായ്മയിൽ കൃഷിഭവന്റെ സഹായത്തോടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നത്. 3 സെന്റോളം സ്ഥലത്ത് 100 ചെടിച്ചട്ടികളിലായിട്ടാണ് വാം കൃഷി ചെയ്തത്. 3 മാസം മുൻപ് ചോളം വിത്തുകൾ നട്ടിരുന്നു. പഞ്ചായത്തിലെ വിവിധ കർഷകർക്ക് പ്രയോജനം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം കൃഷികൾക്ക് പ്രചോദനം നൽകുന്നതെന്ന് കൃഷി ഓഫീസർ ധന്യ ജോൺസൺ പറഞ്ഞു.
അപ്പം നമ്മളിതിപ്പം 3 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ വാം കൃഷി ഇവിടെ ആരംഭിച്ചത്. കൃഷി വകുപ്പിൻ്റെ സോയിൽ ആൻഡ് റൂട്ട് ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്നുള്ള സ്കീം പ്രകാരമാണ് നമ്മുടെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച കൃഷിക്കൂട്ടമായിട്ടുള്ള ആനപ്പള്ളം വാർഡിലെ കർഷകമിത്ര കർഷക സംഘം എന്നുള്ള കൃഷിക്കൂട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാമിൻ്റെ സ്കീമുകൾ കൊടുക്കുകയും അതിൻ പ്രകാരം നമ്മളിവിടെ 100 ചട്ടികളിലായിട്ട് വാമ കൃഷി 3 മാസങ്ങൾക്ക് മുമ്പേ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മൾ വാമിൻ്റെ മദർ കൾച്ചർ KVK ശാന്തമ്പാറയിൽ നിന്ന് വാങ്ങിക്കുകയും അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ വാം കൃഷി ചോളം വിത്തായി ഉപയോഗിച്ച് നമ്മൾ വാം കൃഷി ഇവിടെ തുടങ്ങി. ഇപ്പം അതിൻ്റെ 3 മാസങ്ങൾക്ക് ശേഷം അതിൻ്റെ ഹാർവെസ്റ്റിംഗ് സ്റ്റേജിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ചോളം തൈയുടെ മുൾഭാഗം വെട്ടിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ വേരാണ് നമുക്ക് വാമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ വേരാണ് നമ്മളിവിടെ ഇപ്പം വിളവെടുത്ത് നമ്മൾ അതിനെ അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വെർമിക്കുലേറ്റും ബെർലൈറ്റും ഇട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ 1 കിലോയുടെ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ മറ്റുള്ള കർഷകർക്ക് ഈ കൃഷിക്കൂട്ടം മുഖേന വിതരണം ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി SRHM പദ്ധതി പ്രകാരം സബ്സിഡിയിൽ 20,000 രൂപ ചിലവഴിച്ചാണ് കൃഷി നടത്തിയത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ 23 കർഷക സംഘങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് കർഷകമിത്ര കർഷക സംഘം. പരിപാടിയിൽ കൃഷി ഓഫീസർ ധന്യ ജോൺസൺ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനീഷ് കൃഷ്ണൻ, സംഘം ഭാരവാഹികളായ ബേബി തോമസ്, കാളിദാസൻ, സാജൻ KK, കുട്ടപ്പൻ വെട്ടിക്കാട്ടിൽ, രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. രാജകുമാരി മാങ്ങാത്തൊട്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി 7 ദിവസങ്ങളിലായി നടക്കുന്ന യജ്ഞം 23-ന് സമാപിക്കും. കനകപ്പുഴ 1681 നമ്പർ SNDP ശാഖായോഗത്തിന് കീഴിലുള്ള മാങ്ങാത്തൊട്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി 7 ദിവസങ്ങളായി നടക്കുന്ന യജ്ഞം 23-ന് സമാപിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 15-ാം തീയതി യജ്ഞദീപ പ്രകാശനത്തോടുകൂടി ആരംഭം കുറിച്ച യജ്ഞപരിപാടികൾ നേതൃത്വം നൽകുന്നത് യജ്ഞാചാര്യൻ ശ്രീ ദിലീപ് വാസവൻ ആര്യനാട് തിരുവനന്തപുരം എന്ന മഹത് വ്യക്തിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ സർവ്വ ഐശ്വര്യത്തിനും നാടിനും നാട്ടാർക്കും സർവ്വവിധ അഭിവൃദ്ധിക്കും വേണ്ടി ആണ് ഈ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത്. യജ്ഞാചാര്യൻ ആര്യനാട് ദിലീപ് വാസവൻ, ക്ഷേത്രം തന്ത്രി സൗമിത്രൻ തന്ത്രികൾ, ക്ഷേത്രം മേൽശാന്തി സതീഷ് ശാന്തികൾ, അനീഷ് ശാന്തികൾ, യജ്ഞഹോതാവ് സുധീഷ് ശാന്തികൾ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. കാലഘട്ടത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് കൂടുതലും ഉണ്ടാകുന്നത്. നാം എപ്പോഴും അന്വേഷിക്കുന്നത് സുഖത്തെയാണ്, പക്ഷെ ലഭിക്കുന്നത് ദുഃഖം മാത്രമാണ്. അങ്ങനെ ആ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിൻ്റെ ആധികാരികത നാം അറിയുന്നത്. നെല്ലിമുകൾ സുധി ഭാസ്കരൻ, ബിജു പട്ടാഴി, അഭിലാഷ് ശൂരനാട് എന്നിവരാണ് ഭാഗവത പാരായണം നടത്തുക. നടരാജൻ ശാസ്താംകോട്, 7-ാം മൈൽ രാജൻ എന്നിവരാണ് വാദ്യവാദകർ. യജ്ഞം നടക്കുന്ന എല്ലാ ദിവസവും രാവിലെ 5-ന് നിർമാല്യ ദർശനത്തോടെ ആരംഭിക്കുന്ന കർമ്മങ്ങൾ പ്രഭാഷണത്തിന് ശേഷം അത്താഴ പൂജയോടെ സമാപിക്കും. സപ്താഹത്തിന്റെ ഭാഗമായി യജ്ഞശാലയിൽ ശ്രീരാമാവതാരം, പരശുരാമാവതാരം, ബാലഭദ്രാവതാരം, ശ്രീകൃഷ്ണാവതാരം, ഗോവിന്ദ പട്ടാഭിഷേകം, മൃത്യുഞ്ജയ ഹോമം എന്നിവ നടക്കും. ശനിയാഴ്ച രാവിലെ 10:30-ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര മാങ്ങാത്തൊട്ടി SNDP ഓഫീസ് പടിക്കൽ നിന്നും ആരംഭിച്ച യജ്ഞശാലയിൽ എത്തും. തുടർന്ന് രുക്മിണി സ്വയംവരവും നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് ജെയ്മോൻ പാറക്കൽ, സെക്രട്ടറി സാബു പൂവത്തിങ്കൽ, ഭാരവാഹികളായ TD ബൈജു, MS രാജേഷ്, PR സന്ദീപ്, ദിലീപ് കുഴയിൽ, KS ശോഭൻ എന്നിവർ നേതൃത്വം നൽകും. പരിസ്ഥിതി സംരക്ഷണം ആത്മീയതയുടെ ഭാഗമാണെന്ന സന്ദേശവുമായി വൈദിക വിദ്യാർത്ഥികൾ കമ്പംമേട്ട് ടൗണിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്താണ് തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത ഇവർ നിറവേറ്റിയത്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ 50 വൈദിക വിദ്യാർത്ഥികളാണ് ടൗൺ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. പരിശീലന കാലത്ത് എല്ലാ വർഷവും നടത്തുന്ന വർക്ക് ക്യാമ്പിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പഠനം, കൃഷിജോലികൾ, ഭവന സന്ദർശനം, ക്ലാസുകൾ തുടങ്ങിയവ 6 ദിവസത്തെ ക്യാമ്പിന്റെ ഭാഗമാണ്. കമ്പംമേട്ട് സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോർജ് തിരുവംകുന്നിലിന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തു. തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത പ്രകടമാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്ന് വൈദിക വിദ്യാർത്ഥികൾ പറഞ്ഞു.
ശേഖരിച്ച മാലിന്യങ്ങൾ തരംതിരിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും. കരുണാപുരം പ്രാഥമികാരോഗ്യ കേന്ദ്ര ശുചീകരണവും കുഴിത്തുളുവിൽ ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും വൈദിക വിദ്യാർത്ഥികൾ നടത്തി. വർക്ക് ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. നെൽകൃഷിയെ ഇനിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത അടിമാലി കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ആവശ്യം. 85 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത്. കർഷകർക്ക് കൂടുതൽ പിന്തുണ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ആവശ്യം. ഒരു കാലത്ത് സമൃദ്ധമായി നെല്ല് വിളഞ്ഞിരുന്ന പാടശേഖരമാണ് അടിമാലി കുരങ്ങാട്ടി പാടശേഖരം. കർഷകർ നെൽകൃഷിയിൽ സജീവമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി. 85 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത്. പാടമാകെ കാട് കയറി മൂടിക്കിടക്കുന്നു. നെൽകൃഷിയെ ഇനിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം. എല്ലാവരും ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലെങ്കിൽ എല്ലാവരും തന്നെ കൃഷി ചെയ്യും. വന്യമൃഗങ്ങളുടെ ശല്യം കാരണമാണ് കൃഷി ചെയ്യാൻ എല്ലാവരും മടിക്കുന്നത്. കാരണം കടം മേടിച്ചോ ലോൺ എടുത്തോ അയൽക്കൂട്ടത്തിൽ ലോൺ എടുത്തോ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വിളവെടുക്കാറാകുമ്പോഴത്തേക്കും കാട്ടുപന്നി മൊത്തം കളയും. അതുകൊണ്ട് എല്ലാവർക്കും മടിയാണ് കൃഷി ചെയ്യുന്നതിന് വേണ്ടി. എല്ലാവരും ഒത്തൊരുമിച്ച് കൃഷി ചെയ്യുവാണെങ്കിൽ കാട്ടുപന്നി ശല്യം കുറയുമായിരിക്കും. അപ്പോൾ ഈ കാട്ടുപന്നി ശല്യത്തിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഒന്നെങ്കിൽ പാടശേഖരത്തിന് മുള്ളുവേലി ഇടുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതമാർഗം മെച്ചപ്പെടുകയുള്ളൂ. പലവിധ കാരണങ്ങളാണ് കർഷകരെ നെൽകൃഷിയിൽ നിന്നും പിന്തിരിക്കുന്നത്. കാട് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്കാവതില്ല. വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം. പണിക്കൂലിയും മറ്റിതര ചിലവുകളുമെല്ലാം ഭാരിച്ചതാണ്. എല്ലാത്തിനും പുറമെ കാട്ടുമൃഗശല്യം രൂക്ഷവും. ഇക്കാര്യങ്ങളിലൊക്കെയും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായാൽ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കാനാകും. പാടശേഖരം പൂർണ്ണമായി കതിരണിഞ്ഞാൽ വലിയ അളവിൽ ഇവിടെ നിന്നും നെൽ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 228, വിൽപ്പനയ്ക്ക് വന്നത് 60,105, വിൽപ്പന നടന്നത് 59,757. കൂടിയ വില 2,471, ശരാശരി വില 1,776. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 560 രൂപ, ഏലം കൂടിയ വില 1,700, ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 330, ഗ്രാമ്പു 925, കൊക്കോ 240, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,765 രൂപ, വെള്ളി 86. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുതെരഞ്ഞെടുപ്പിന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. കമ്മീഷനിങ്ങിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മെഷീനുകളുടെ പ്രവർത്തനക്ഷമത, കൃത്യത, ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വിതരണം എന്നിവ. കമ്മീഷനിംഗ് കേന്ദ്രത്തോടൊപ്പം സജ്ജീകരിച്ചിരിക്കുന്ന മോക്ക് പോളിംഗ് സ്റ്റേഷനുകളും സ്ട്രോങ് റൂമുകളും കളക്ടർ പരിശോധിച്ചു. ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ തേനി മണ്ഡലത്തിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. തമിഴ്നാട്ടിലെ 39 പാർലമെന്റ് മണ്ഡലങ്ങളിലും
തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വെള്ളിയാഴ്ച. തേനി മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം. ക്ഷീരകർഷക അവാർഡ് ജേതാവ് ഷൈന്റെ വീട്ടിൽ മോഷണം. മുറ്റത്ത് കിടന്നിരുന്ന കാറും കാറിനുള്ളിലുണ്ടായിരുന്ന 7 ലക്ഷത്തോളം രൂപയും കവർന്നു. സംഭവം തൊടുപുഴ ഉടുമ്പന്നൂരിൽ. ചുരുങ്ങിയ കാലം കൊണ്ട് വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഭക്ഷണശാലയായി മാറിയ പഴയ മൂന്നാർ KSRTC സ്റ്റാൻഡിലെ പിങ്ക് കഫേ പൂട്ടി. കഫേയുടെ പ്രവർത്തനം കുടുംബശ്രീ പ്രവർത്തകർ അവസാനിപ്പിച്ചത് അമിത വാടക താങ്ങാൻ കഴിയാതെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.